ഇറാന്റെ സമ്പൂർണമായ നശീകരണം അതാണ് ലക്ഷ്യമെന്നുള്ളത് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ യുദ്ധം ഇതിനോടകം തന്നെ ലോകരാഷ്ട്രങ്ങളെയും വലിയ നിലയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇതാ ഗൾഫ് മേഖലകളെയൊക്കെ വലിയ നിലയിൽ അരക്ഷിതാവസ്ഥയിലേക്ക് അവിടങ്ങളിൽ കാര്യങ്ങൾ മാറുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വരുന്ന വിവരങ്ങൾ പ്രകാരം ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം അൽ മക്തൂം എന്നിവ അടച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ മുഹമ്മദ് റഹീസ് വിവരങ്ങൾ നൽകാനായി ചേരുകയാണ്. റഹീസ്, യുദ്ധം ഏറ്റവും ആദ്യം ബാധിച്ചത് ഗൾഫ് മേഖലകളെ തന്നെയാണ്. വലിയ നിലയിലുള്ള ആക്രമണങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെ വിമാനത്താവളങ്ങൾ അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് ഈ രാഷ്ട്രങ്ങളല്ലേ? അഷിത, തീർച്ചയായും ഈ ഘട്ടത്തിൽ അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. നേരത്തെ ഉച്ചയോടുകൂടി തന്നെ UAE വ്യോമാതിർത്തി അടച്ചിരുന്നു. അതിന് പിന്നാലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം ഭാഗികമായി ബാധിച്ചു. അത് വൈകിട്ടോടുകൂടി ഏതാണ്ട് പൂർണ്ണമായും അത് ബാധിക്കുന്ന തരത്തിലേക്ക് എത്തി. ഇപ്പോൾ ദുബായിലെ 2 പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളും അടച്ചിരിക്കുന്നതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഈ 2 വിമാനത്താവളങ്ങളിലെയും പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെച്ചതായിട്ടുള്ള അറിയിപ്പാണ് ഏറ്റവും ഒടുവിലായിട്ട് വരുന്നത്. അതായത് ഈ 2 വിമാനത്താവളങ്ങളിൽ നിന്നും ഓരോ ഓപ്പറേഷൻസും ഉണ്ടാകില്ല. യാത്രക്കാർ ഒരു കാരണവശാലും വിമാനത്താവളങ്ങളിലേക്ക് എത്തരുത് എന്നുകൂടിയുള്ള അറിയിപ്പ് ഇതിനോട് ചേർത്ത് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും പ്രവർത്തനമാകെ താളം തെറ്റിയിരിക്കുകയായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 2 വിമാനത്താവളങ്ങളും അതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചതായി അറിയിക്കുന്നത്. അങ്ങനെ ഏറ്റവും പ്രധാനമായിട്ടും പറയാനുള്ളത് ദുബായിൽ നിന്നും ഉള്ള 2 വിമാനത്താവളവും ആ 2 വിമാനത്താവളത്തിലേക്കും നിലവിൽ ഒരു യാത്രക്കാരും പോകേണ്ടതില്ല എന്നുള്ള വിവരമാണ് ഈ മിനിറ്റിൽ ഏറ്റവും പുതുതായി വരുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഇറാൻ വക്താക്കളിൽ നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു തരത്തിലും ഈ അമേരിക്കയെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന തരത്തിലേക്കുള്ള നീക്കങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകരുത്, തങ്ങൾക്കെതിരായ ആക്രമണത്തിൽ അങ്ങനെ ഒരു പിന്തുണ നൽകുന്ന ഒരു നീക്കം ഉണ്ടാകരുത് എന്ന് പറയുമ്പോൾ UAE അവരുടെ നയം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതായത് തങ്ങൾക്കെതിരായ ആക്രമണത്തിന് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല. തങ്ങളുടെ ആ ഒരു പരമാധികാരം ഏതു തരത്തിലുള്ള ചെറുത്തുനിൽപ്പിനും UAE തയ്യാറാണ് എന്ന് നേരത്തെ ഏതാണ്ട് സൗദി വ്യക്തമാക്കി അതേ ഭാഷയിൽ തന്നെ UAE വ്യക്തമാക്കുകയാണ്. ശരി, മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. എന്തായാലും പ്രത്യാക്രമണം ഇറാൻ കൂടി തുടങ്ങിയതോടെ അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണമായിരുന്നു ആദ്യഘട്ടത്തിൽ ഉണ്ടായത്. അതിന് പിന്നാലെ ഗൾഫ് മേഖല വലിയ അരക്ഷിതാവസ്ഥയിലേക്ക് പോകുന്നത് കാണുകയാണ്. ഇതിനെ തുടർന്നുകൂടിയാണ് പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങളൊക്കെയും അടയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് GCC രാഷ്ട്രങ്ങൾ എത്തുന്നത്. മുഹമ്മദ് റഹീസാണ് ദുബായിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.